Sevens Golden Diamonds, Ermalur, Vadadala. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ വയോജന സംഘടനയായ മജ്ലിസ് അൻസാറുല്ലയുടെ ജില്ലാ സമ്മേളനം നടന്നു. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള വയോജന സംഘടനയായ മജ്ലിസ് അൻസാറുല്ലയുടെ എറണാകുളം ജില്ലാ സമ്മേളനം ഇജ്തിമാ 2024 കൊച്ചിയിൽ നടന്നു. മജ്ലിസ് അൻസാറുല്ല അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് താജുദ്ദീൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് സ്നേഹത്തോടെ കുടുംബജീവിതം നയിക്കുമ്പോൾ ഉത്തമ ഭാവി തലമുറയെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭാര്യമാർ വളരെയധികം ത്യാഗം ചെയ്യുന്നവരാണ്. ഒരു പരിചയവുമില്ലാത്ത നമ്മുടെ കൈകളിൽ അവരുടെ പിതാവ് നമ്മെ ഏൽപ്പിച്ച് അന്നു മുതൽ നമ്മെ വിശ്വസിച്ചും സ്നേഹിച്ചും അവരുടെ വീട് വിട്ടിറങ്ങിയവർ നമുക്കായി സമയാസമയങ്ങളിൽ ഭക്ഷണമൊരുക്കുകയും വസ്ത്രങ്ങൾ വൃത്തിയാക്കുകയും ചെയ്യുന്നു. നമ്മുടെ കുട്ടികളെ ശുശ്രൂഷിച്ച് സമയാസമയങ്ങളിൽ അവർക്ക് വേണ്ടതൊരുക്കുന്നു. സ്ത്രീകളോട് മൃദുവായി പെരുമാറുമ്പോൾ കുട്ടികളും അത് മാതൃകയാക്കുന്നു. അങ്ങനെ സമൂഹത്തിന് മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന തലമുറയെ ലഭിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വലിയ വലിയ ആര്യങ്ങളോട് അടുത്ത് ഞാൻ ചോദിച്ചു. അവരും പറഞ്ഞത് അള്ളാഹു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ആരോടും സംസാരിക്കില്ല എന്നായിരുന്നു മറുപടി. അള്ളാഹു സംസാരിക്കുമ്പോൾ നിർത്തിരിക്കുകയാണ് എന്ന് പറയുക. ഇതെല്ലാം കേട്ട് ഞാൻ വളരെ അസ്വസ്ഥനായി, പരവശനായി. ഇതെല്ലാം മിഥ്യയാണോ, കഥയാണോ? അള്ളാഹുവിന്റെ സിഫത്ത് ഇങ്ങനെ നിന്നു പോകുമോ? നേരത്തെ സംസാരിച്ചിരുന്നു, ഇപ്പോൾ സംസാരിക്കുന്നില്ല. ഇതെന്താണ് യുക്തിയില്ലാത്തതുപോലെ തോന്നിപ്പോയി. വീണ്ടും ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് ഹസ്രത്ത് മസീഹ് അലൈഹി വസല്ലമയെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നപ്പോൾ ഹസ്രത്ത് മസീഹ് അലൈഹി വസല്ലം തന്റെ മൃദുലമായ കൈകൊണ്ട് എന്നെ പിടിച്ചുകൊണ്ട് ചോദിച്ചു, ഇല്യാസ് സാബ് ക്യാ ബാത് ഹൈ? ഇല്യാസ് സാബ് എന്താണ് താങ്കളുടെ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇതേ ചോദ്യമാണ് ഉന്നയിച്ചത്. എന്റെ അള്ളാഹു എന്നിൽ നിന്ന് കളച്ചു പോയിരിക്കുന്നു. ഞാൻ എവിടെ ചെന്ന് ചോദിച്ചാലും എനിക്ക് ശരിയായ വിവരം ലഭിക്കുന്നില്ല. ഇത് കേട്ടപ്പോൾ ഹസ്രത്ത് മസീഹ് അലൈഹി വസല്ലം പറഞ്ഞു, ഇല്യാസ് സാബ് താങ്കൾ എന്റെ പക്കൽ വന്നുകൊണ്ട് എന്നെ ബൈഅത്ത് ചെയ്യുകയാണെങ്കിൽ ഏത് അല്ലാഹുവാണ് എന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്, ഏത് അല്ലാഹുവാണ് എന്നോട് സംസാരിക്കുന്നത്, ആ അല്ലാഹു നിങ്ങളോടും സംസാരിക്കുന്നതായിരിക്കുമെന്ന് പറയുക. പിന്നീട് ആ സമ്മേളനത്തിൽ ഇരിക്കുന്ന എല്ലാവരോടുമായി കൊണ്ട് പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, ആ അല്ലാഹു ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നുണ്ട്. ഹസ്രത്ത് മസീഹ് അലൈഹി വസല്ലമയോട് സംസാരിക്കുന്ന അല്ലാഹു ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നുണ്ട്. പിന്നീട് ആ സമ്മേളനത്തിലുള്ള എല്ലാവരോടുമായി കൊണ്ട് ഇല്യാസ് സാബ് ചോദിച്ചു, ഇവിടെ നിങ്ങളിൽ ആരെങ്കിലും അല്ലാഹുമായി സംസാരിക്കുന്നവരുണ്ടോ? അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് എന്ന് പറയത്ത കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ ഭാഗത്തൊന്നും ഒരു മറുപടിയും ഉണ്ടായില്ല. ആ സമ്മേളനത്തിൽ എല്ലാവരും തന്നെ നിശബ്ദരായിരുന്നു. പിന്നീട് മുഹമ്മദ് ഇല്യാസ് സാബ് പറഞ്ഞു, ഇതാണ് കാരണം ഞാൻ ഹസ്രത്ത് മസീഹ് അലൈഹി വസല്ലമയെ ബൈഅത്ത് ചെയ്ത കാരണത്താലാണ് എന്റെ കളഞ്ഞുപോയ അള്ളാഹു എനിക്ക് തിരിച്ചു കിട്ടിയത് എന്ന് പറയുക. ദൈവത്തോട് പരിപൂർണ്ണ അനുസരണം പുലർത്തുന്നവരെ ദൈവം ഒരിക്കലും കൈവിടുകയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മജ്ലിസ് അൻസാറുല്ല എറണാകുളം ജില്ലാ പ്രസിഡന്റ് എച്ച് അഹമ്മദ് ഷാഫി അധ്യക്ഷത വഹിച്ചു. മൗലവി CN താഹിർ, അഹമ്മദ് മൗലവി, മുഹമ്മദ് റാഫി, മുഹമ്മദ് സഫാൻ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചു. സംഘടനയിലെ അംഗങ്ങൾക്കായി വൈജ്ഞാനിക കായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.